ഹായ് ഡിയർ. നിങ്ങൾക്ക് 2 വ്യക്തികൾ, 2 അവസരങ്ങൾ എന്നിവയിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ റീഡിംഗ് ഹെൽപ്ഫുൾ ആയേക്കാം. ഇതിൽ 2 കാർഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ ആദ്യത്തെ കാർഡിൽ ആദ്യത്തെ വ്യക്തിയെ അല്ലെങ്കിൽ ആദ്യത്തെ അവസരത്തെ നിങ്ങൾ മനസ്സിൽ കരുതുക. അതുപോലെ രണ്ടാമത്തെ കാർഡിൽ രണ്ടാമത്തെ വ്യക്തിയെ അല്ലെങ്കിൽ രണ്ടാമത്തെ അവസരത്തെ നിങ്ങൾ മനസ്സിൽ കരുതുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങളതൊന്ന് മനസ്സിൽ കൃത്യമായിട്ട് കരുതുക. ഓക്കെ ഡിയർ. ഫസ്റ്റ് നിങ്ങൾ പിക്ക് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ഫസ്റ്റ് ഓപ്ഷൻ, അത് ഏത് വ്യക്തിയായാലും ഏതൊരു അവസരമായാലും അത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഡിവൈൻ തന്നെ കൊണ്ടുവന്നൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു വളർച്ച കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ആത്മീയമായിട്ട് നിങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അറിവിൽ നിന്ന് കൂടുതൽ അറിവ് ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയും വന്നിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഒരു അവസരമാണ്. ഒരു ബന്ധമാണെങ്കിൽ അത് ഒരു വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഒരു അത്രയും പ്രതിബദ്ധതയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഓക്കെ ഡിയർ. അപ്പോൾ അവിടെ ഒരു ബിഗ് എസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള, ഡിവൈൻ പ്ലാനിങ്ങിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം തന്നെയാണ്. രണ്ടാമത് നിങ്ങൾ പിക്ക് ചെയ്ത വ്യക്തി അതല്ലെങ്കിൽ അവസരം, അതിൽ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് നിങ്ങൾക്ക് ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അവസരമാണ്. ഇപ്പോൾ ഒരു കരിയർ ആണെങ്കിൽ ഭൗതികപരമായിട്ട്, അതായത് ക്യാഷ് നിങ്ങളിലേക്ക്, ഒരു പുതിയ സ്രോതസ്സിലുള്ള ഒരു ക്യാഷ് നിങ്ങളിലേക്ക് വന്നു തുടങ്ങും ഈ ഒരു അവസരത്തിലൂടെ. ഒരു ബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കൊണ്ട് വരാൻ കഴിയുന്ന ഒരു ബന്ധമായിരിക്കും. നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആലോചിച്ചതെങ്കിൽ, ഇപ്പോൾ സ്നേഹം മാത്രം പോരല്ലോ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയും അനുയോജ്യമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും. ഓക്കെ ഡിയർ. അത്തരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും രണ്ടാമത്തെ ഓപ്ഷനും എസ് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഹയർ എനർജിയിൽ നിൽക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കൺഫ്യൂഷൻ വന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രണ്ടിലും പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലെ 2 സാഹചര്യങ്ങളിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2 വ്യക്തികളിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പേഴ്സണലി അറിയണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതിന് ഈ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് 222 ആണ് പേയ്മെൻറ്റ് വരിക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം. യൂട്യൂബിലാണെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.